ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം അരുളപ്പാടിനെ കുറിച്ചാണ്, പുത്രത്വത്തിന്റെ വചനത്തെക്കുറിച്ചാണ്. ഒരു മനുഷ്യനെ സകലത്തിനും അവകാശിയാക്കുന്ന മാർഗം, ലോക സൃഷ്ടിയുടെ കാരണം, ഇൻഗ്രീഡിയന്റ്, ലോകത്തിലുള്ള സകല വസ്തുക്കളും എടുക്കുക, സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. പക്ഷെ ഒരു വിശ്വാസത്താൽ നാം അറിയുന്നു, ഉളവായതൊന്നും വചനം കൂടാതെ ഉളവായതല്ല. ദൈവം ആരാണ് എന്ന് മനുഷ്യന് കാണാൻ പറ്റിയത് ഈ വചനത്തിലൂടെയാണ്. അതുകൊണ്ട് അവനെ തേജസ്സിന്റെ പ്രഭ എന്ന് വിളിക്കുന്നു. നമുക്ക് എഴുതപ്പെട്ട് തന്ന കാര്യങ്ങളെല്ലാം പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കാൻ തക്കവണ്ണം ഉപയോഗപ്രദമാക്കി. അതുകൊണ്ട് പുത്രത്വത്തിന്റെ വചനത്തെ തത്വത്തിന്റെ മുദ്ര എന്ന് വിളിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഉപരി ഈ അന്തരീക്ഷത്തിൽ ഭൂമി ഇങ്ങനെ ശൂന്യതയിൽ നിൽക്കുന്നുവെന്ന് സയൻസ് കണ്ടുപിടിച്ചിട്ട് അധിക നാളായില്ല. പരന്നു കിടക്കുന്ന ഈ ഭൂമി ഉരുണ്ടതാണെന്ന് നമ്മൾ അറിഞ്ഞിട്ട് അധികം വർഷങ്ങളായില്ല. ഗ്ലോബ് നമ്മൾ ഉണ്ടാക്കി സ്റ്റഡി ചെയ്യുമ്പോൾ ഒരു സാങ്കല്പിക അച്ചുതണ്ടുണ്ട്. അത് സാങ്കല്പികമാണ്, യഥാർത്ഥത്തിൽ ഒരു അച്ചുതണ്ടില്ല. എന്നിട്ട് ഒരു അച്ചുതണ്ടിൽ എന്ന പോലെ ഭൂമി തിരിയുന്നു, മൂവ് ചെയ്യുന്നു. ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ശൂന്യാകാശത്ത് നിൽക്കുന്നു. വചനം പറയുന്നു, സകലത്തെയും വചനം വഹിക്കുന്നു. പുത്രത്വത്തിന്റെ വചനത്തിലേക്ക് ഒരു മനുഷ്യൻ വരുമ്പോൾ അവനെ പിന്നെ വഹിക്കുന്നത്, താങ്ങുന്നത് വചനമാണ്. ഒരു മനുഷ്യൻ ഭൂമിയിലായിരിക്കുമ്പോൾ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളിലെല്ലാം നമ്മൾ നമ്മുടെ ശക്തിയിൽ ആശ്രയിച്ചു, മറ്റുള്ളവരെ ആശ്രയിച്ചു. ചിലർ പരാജയപ്പെട്ടു പോയി, ചിലർ നിരാശപ്പെട്ടു പോയി, ചിലർ ജീവൻ ഒടുക്കിക്കളഞ്ഞു. പക്ഷേ ഒത്തിരി അങ്ങ് തകർന്നവര്, എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞവര്, എനിക്ക് ജ്ഞാനമില്ല എന്ന് പറഞ്ഞവര്, ഞാൻ കുലഹീനനാണെന്ന് പറഞ്ഞവർക്ക് അവനൊരു കൃപ കൊടുത്തു, അവർക്കിത് വെളിപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അത് ഈ ലോകത്തെ വെല്ലുവിളിക്കുന്ന ഒരു തിയറിയല്ലേ. ഒരു പ്രസംഗം കൊണ്ട് കാര്യം നടക്കുമോ? പക്ഷെ കാര്യം നടക്കുന്നു. രോഗം മാറുന്നു, കടഭാരം മാറുന്നു, ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു, നഷ്ടപ്പെട്ടത് തിരികെ പ്രാപിക്കുന്നു പ്രസംഗത്താൽ. കാരണം അത് പുത്രത്വത്തിന്റെ വചനമാണ്, അവകാശിയാക്കുന്ന വചനമാണ്, ദൈവം ആരാണെന്ന് അറിയിക്കുന്ന വചനം, പ്രായോഗിക തലത്തിൽ നമ്മളെ ജീവിപ്പിക്കുന്ന വചനം. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നു, പുത്രൻ അവിടുന്ന് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി. പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി. പാപത്തിന് പരിഹാരമില്ല. നമ്മുടെ നോർമലായ ലൈഫിൽ നോക്കിയാൽ ഒരു മനുഷ്യനും പരിഹാരം പറയാൻ പറ്റുകയില്ല. പാപത്തിന് എങ്ങനെ പരിഹാരം ചെയ്യുക? ഒരു പാപം ചെയ്തു കഴിഞ്ഞു, വീണ്ടും ചെയ്യാതിരിക്കാൻ പറ്റുമോ? ചെയ്തതിൻ്റെ കോൺസിക്വൻസ് മാറ്റാൻ പറ്റുമോ? പക്ഷെ പരിഹാരം ഉണ്ടാക്കി. അതാണ് യേശു എന്ന നാമത്തിന്റെ വിശേഷത, യേശു എന്ന വ്യക്തിയുടെ അപ്രമേയത്വം, സവിശേഷത, ഉത്കൃഷ്ടത, ശ്രേഷ്ഠത, മഹത്വം. അവന്റെ ആലയത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലാതിരിക്കാൻ പറ്റുകയില്ല. കാരണം അദ്ദേഹം അതുപോലൊരു കാര്യം ചെയ്തു. മനുഷ്യന്റെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് പാപത്തിൽ നിന്നാണ്. മനുഷ്യർക്ക് മനുഷ്യനെ സഹായിക്കാൻ കഴിയും, ധനവാന് ദരിദ്രനെ സഹായിക്കാൻ കഴിയും, ആരോഗ്യവാന് ബലഹീനനെ സഹായിക്കാൻ കഴിയും, ഉള്ളവനെ ഇല്ലാത്തവനെ സഹായിക്കാൻ കഴിയും, എവിടം വരെ സഹായിക്കാൻ കഴിയും? ഒരു പരിധി വരെ. പക്ഷെ മനുഷ്യന് കഴിയാത്തത്, പൈസയ്ക്ക് കഴിയാത്തത്, ആരോഗ്യത്തിന് കഴിയാത്തത്, ബുദ്ധിക്ക് കഴിയാത്തത്, അത് ദൈവത്തിനേ കഴിയത്തുള്ളൂ. ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം പാപമായിരുന്നു. പാപം കുടുംബത്തിൽ വന്നതോടുകൂടിയാണ് ഈ പ്രശ്നമെല്ലാം വന്നത്. പാപം ലോകത്തിൽ വന്നതോടുകൂടിയാണ് പ്രശ്നം വന്നത്. നമ്മൾ സഭയിൽ വന്നു, കർത്താവേ ഭയങ്കര കടവാണ് കർത്താവേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചു. നമുക്ക് ഉടനെ മറുപടി കിട്ടിയോ? കിട്ടിയില്ല. എന്തുകൊണ്ടാണ്? സ്നേഹമുള്ളതുകൊണ്ടാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ ഇപ്പം കടം മാറ്റിയാലും നീ വീണ്ടും കടം വരുത്തും, ഞാനിപ്പോൾ രോഗം മാറ്റിയാലും നീ വീണ്ടും രോഗം വരുത്തും. അതുകൊണ്ട് ഞാൻ ആദ്യം നിനക്ക് കുറച്ച് ടീച്ചിങ് തരാം. പാപത്തിൽ നിന്ന് നീ ഒന്ന് മോചനം പ്രാപിക്കുക, എൻ്റെ ഭാഗത്തേക്കൊന്ന് വാ, ശത്രുവശത്തു നിന്ന് ദൈവവശത്തേക്ക് വരിക. പിന്നെ നീ നോക്ക്, സ്വർഗത്തിലെ സകല ഭണ്ഡാരങ്ങളിലെയും അനുഗ്രഹം നിനക്കുള്ളതല്ലേ. പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചാൽ, പാപത്തോട് നോ പറഞ്ഞാൽ, അപ്പൻ്റെ വീട് അന്വേഷിച്ചാൽ, പുത്രത്വത്തിന്റെ വചനം നിന്നെ അവകാശിയാക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞു, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷിക്കുകയും ചെയ്തിരിക്കുകയാൽ ദൈവമേ നിന്റെ ദൈവം
നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. യേശുവിനെ കുറിച്ച് പറഞ്ഞതാണ്. യേശുവിനെ സ്വീകരിച്ചാൽ അത് നമുക്കുള്ള വചനമാവും. അതാണ് വചനത്തിൻ്റെ പ്രത്യേകത. നീതി ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ലോകത്തിനൊരു നീതിയുണ്ട്, ലോകത്തിനൊരു ദുഷ്ടതയുണ്ട്. ബൈബിളിൻ്റെ നീതിയും ബൈബിളിൻ്റെ ദുഷ്ടതയും അതല്ല. ഉദാഹരണത്തിന്, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. അതാണ് ന്യായവിധി. യോഹന്നാന്റെ സുവിശേഷം 3 പറയുന്നത്. ഇതുപോലെ നീതി ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വന്തം നീതിയല്ല, ദൈവനീതി ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രവൃത്തിയല്ല, സ്വന്തം പ്രവൃത്തിയെ വെറുക്കുക. എനിക്ക് എൻ്റെ പ്രവൃത്തികളാൽ നീതിമാനാകാൻ കഴിയുകയില്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല, എനിക്ക് നീതിമാനാകാൻ കഴിയുകയില്ല, ശുദ്ധനാകാൻ കഴിയുകയില്ല, എനിക്കതിന് ദൈവനീതി വേണം, ദൈവം എന്നെ നീതീകരിക്കണം എന്ന് പുതിയ നിയമവിശ്വാസി പറഞ്ഞാൽ, ദൈവനീതിയെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള ദൈവനീതിയെ സ്വീകരിച്ചാൽ, കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു കഷ്ടപ്പെട്ടതിന് ഫലമുണ്ടായി. ദൈവത്തിന് സന്തോഷമാകും, പുത്രന് സന്തോഷമാകും. നിങ്ങൾക്കും എനിക്കും വേണ്ടി പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് പറയും, എൻ്റെ പ്രയത്നം സഫലമായി, എൻ്റെ കുഞ്ഞ് സത്യം കണ്ടെത്തി, അവൻ നീതിമാനായിരിക്കുന്നു. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. വീഴ്ച സ്വാഭാവികം. അതിൽ കടന്നു പോകുന്നവരാണ് അസ്വാഭാവികമായി ജീവിക്കുന്നത്. പക്ഷെ നീതിമാൻ വീണാലും എഴുന്നേൽക്കും. 7 പ്രാവശ്യം വീണാലും എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം വീണാലും അവൻ എഴുന്നേൽക്കാനുള്ള എനർജി കിട്ടും. കാരണം അവൻ്റെ അകത്ത് നീതിബോധം വന്നു. കുറ്റബോധം നിങ്ങളെ താഴത്ത് കിടത്തുമ്പോൾ നീതിബോധം എഴുന്നേൽപ്പിക്കുന്നു. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. സാധാരണ നമ്മൾ പഠിക്കുന്നതൊക്കെ ഒരു പുസ്തകത്തിൻ്റെ ആണെങ്കിലും ആദ്യ അധ്യായങ്ങളിലൊക്കെ ഗ്രാജുവലായിട്ടൊരു പ്രൊമോഷനാണ് തരുന്നത്. പക്ഷേ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലെ യേശുവിൽ വിശ്വസിക്കുന്നവനെ, യേശുവിൻ്റെ നാമം ഏറ്റുപറയുന്നവനെ, യേശുവിൻ്റെ അടുക്കൽ വരുന്നവനെ പുത്രത്വത്തിൻ്റെ അനന്ത സാധ്യതയെക്കുറിച്ചാണ് പറയുന്നത്. യേശു കർത്താവിന് ഇതെല്ലാം ഉണ്ട്, യേശു കർത്താവ് ഇതെല്ലാമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ കേട്ടതും പണ്ട് പലരിൽ നിന്ന് കേട്ടതും കാര്യമാക്കണ്ട. അതിൻ്റെ എല്ലാം പൂർണ്ണമായത്, സത്തായത് വെളിപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ സാധാരണ മനുഷ്യരിൽ നിന്ന് അസാധാരണമായ ഒരു ലെവലിലേക്ക് ഉയരാൻ പോകുന്നു. അത് പുത്രത്വത്തിൻ്റെ വചനമാണ്. ദൈവത്തെ അപ്പാ, പിതാവേ എന്ന് വിളിക്കുന്ന ആത്മാവിനെ തന്ന് സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശിയാക്കി ഈ പറഞ്ഞ യേശു കർത്താവിൻ്റെ കൂട്ട് അവകാശിയാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് സന്തോഷമായിട്ട് വചനത്തിലേക്ക് തിരിയുക, വചനം ധ്യാനിക്കുക. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചത് എക്സ്പ്ലോർ ചെയ്യുക, കണ്ടുപിടിക്കുക, അവകാശം പറയുക, അനുഭവിക്കുക. അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.